ഏപ്രിൽ 10 ഞാൻ പൈസ കൊടുത്തു. 12-ാം തീയതി ഈ കുട്ടിക്ക് ഏപ്രിൽ 25-ന് മുമ്പ് അപ്പോയിൻറ്റ് ചെയ്യുന്ന വേണ്ടി ഓർഡർ അയച്ചു തന്നു. പക്ഷേ 6 മാസമായിട്ടും പോസ്റ്റിംഗ് ചെയ്യാതെ ഞാൻ PS-ന് അപേക്ഷ കൊടുത്തു, മന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു തട്ടിപ്പാണെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. തട്ടിപ്പിനിരയായെന്ന് ബോധ്യമായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കും ഹരിദാസൻ മാസ്റ്റർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അഖിൽ സജീവിന് ആരോഗ്യവകുപ്പ് ഓഫീസിലുള്ള ബന്ധമെന്ത്? നിരവധി ചോദ്യങ്ങൾക്കാണ് ആരോഗ്യവകുപ്പും മന്ത്രിയും മറുപടി പറയേണ്ടത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമടക്കം പ്രതിക്കൂട്ടിലായ പരാതി. ആരോഗ്യവകുപ്പിൽ ദിവസങ്ങളോളം ചലനമറ്റ് കിടന്നു. റിപ്പോർട്ടർ വാർത്ത ഏറ്റെടുത്തു. പിന്നാലെ ആരോഗ്യവകുപ്പ് ഉറക്കമുണർന്നു. സ്റ്റാഫ് അംഗം അഖിൽ മാത്യു പരാതിയും നൽകി. പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ 4 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി അഖിൽ സജീവ് നിയമന തട്ടിപ്പ് കേസുകളിലടക്കം 3 കേസിൽ അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 10ഓളം കേസുകളിൽ പ്രതിയായിരുന്നു അഖിൽ സജീവ്. റിപ്പോർട്ടർ വാർത്ത പോലീസിന്റെ കണ്ണു തുറപ്പിച്ചെന്ന് വ്യക്തം. വിവിധ കേസുകളിലെ പ്രതിയായ ലെനിൻ രാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമന തട്ടിപ്പ് നടന്നുവെന്ന റിപ്പോർട്ടർ വാർത്ത വ്യാജമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയായി മാറി പോലീസ് അന്വേഷണവും അറസ്റ്റ് നടപടികളും. പരാതി ലഭിച്ചിട്ടും മൗനം പൂണ്ട ആരോഗ്യവകുപ്പിനും തട്ടിപ്പ് സംഘങ്ങൾ കൺമുന്നിലൂടെ വിലസിയിട്ടും കണ്ണടച്ചിരട്ടാക്കിയ പോലീസിനും ബോധോദയമുണ്ടാകാൻ റിപ്പോർട്ടർ വാർത്ത വേണ്ടി വന്നു. സകല വെല്ലുവിളികൾക്കിടയിലും വാർത്തയെ പിന്തുടർന്ന് റിപ്പോർട്ടർ നടത്തിയ ജാഗ്രതയാണ് കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ച ഒരു തട്ടിപ്പ് സംഘത്തെ ജയിലറയിലേക്ക് എത്തിച്ചത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. TV പ്രസാദിലേക്ക് വീണ്ടും പോകുന്നു നമ്മൾ. TV പ്രസാദ്, ഒരു വാർത്തയിൽ നിന്ന് പിന്മാറാൻ വേണ്ടതിലും അധികം സമ്മർദ്ദം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു പോകുന്ന കാലയളവിൽ നമുക്ക് ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ നിന്നുണ്ടായി. ആരോഗ്യമന്ത്രി തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഇത് തട്ടിപ്പൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണമടക്കം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നു. ശക്തമായ പ്രതിരോധം ഒരു ഭാഗത്ത് അങ്ങനെ സർക്കാർ സംവിധാനം തന്നെ എടുക്കുമ്പോഴും നമ്മൾ പ്രൈമറി സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ആ ഇമെയിലുകളടക്കം പരിശോധിച്ച് കൃത്യമായി ആധികാരികത ഉറപ്പിച്ചത് ഈ വാർത്തയുടെ മുന്നോട്ട് പോക്കിന് എത്രത്തോളം സഹായകമായി? ഇപ്പോഴെത്തിയിരിക്കുന്ന കുറ്റപത്രം വരെയുള്ള യാത്രയിൽ നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങൾ വലുതായിരുന്നില്ലേ? സുജയ, സാധാരണ ഇത്തരം നിയമന തട്ടിപ്പ് കേസുകളിൽ നിയമന തട്ടിപ്പ് പുറത്തു വരാതിരിക്കാനുള്ള ഒരു കാരണം പണം വാങ്ങുന്നവർക്കും പണം കൊടുക്കുന്നവർക്കും പരാതിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പണം കൊടുത്തിട്ട് അത് നടക്കാതാകുമ്പോഴാണ് പലപ്പോഴും അത് വാർത്തയാകുന്നതും വിവാദമാകുന്നതും. സ്വാഭാവികമായി ഈ ഹരിദാസൻ്റെ കാര്യത്തിൽ ഹരിദാസൻ എവിഡൻസുമായി നമ്മളെ സമീപിക്കുന്നത് പണം കൊടുത്തതിന് എവിഡൻസുണ്ട്, പരാതിയുണ്ട്, മന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തതിന് രേഖകളുണ്ട്. എല്ലാ കാര്യങ്ങളും കാണിച്ചതിന് ശേഷമാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായി അത് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഏത് തലത്തിലേക്കാണ് ഇത് നീങ്ങുക എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറല്ല തീരുമാനിക്കുക. പകരം അത് പിന്നീട് നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പുറത്തു വരിക. പക്ഷേ ഈ വാർത്ത വന്ന ദിവസം മുതൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് വ്യാജ വാർത്തയാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാത്രമല്ല, വീണ ജോർജിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയിലെ ചില നേതാക്കളും സൈബറായിട്ടുള്ള ആളുകളുമെല്ലാം ഈ വാർത്ത തെറ്റാണ്, ഇത് വ്യാജ വാർത്തയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. പക്ഷേ അത്രയും കാലം ഈ പരാതി എന്തിനു മൂടി വെച്ചു എന്ന ചോദ്യത്തിന് മന്ത്രിക്കോ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കോ മറ്റുള്ളവർക്കോ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ PA ആയ അഖിൽ മാത്യുവിൻ്റെ പേരിലാണ് പണം വാങ്ങിയത് എന്നുള്ളത് കൊണ്ട് അഖിൽ മാത്യുവിനെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആ പരാതി പോലീസിന് കൈമാറാൻ. പക്ഷേ അതും ചെയ്തില്ല. ആരോഗ്യമന്ത്രിയും മിണ്ടിയില്ല, പ്രൈവറ്റ് സെക്രട്ടറിയും മിണ്ടിയില്ല. അവർ ഒരുപക്ഷേ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിലെ CI2വിൻ്റെ ഓഫീസിൻ്റെ ജില്ലാ സെക്രട്ടറിയായ അഖിൽ സജീവ് കുടുങ്ങും. അതല്ലെങ്കിൽ ഇവരുടെ സഹയാത്രികരായ മറ്റ് AISFിൻ്റെയും SFIയുടെയും എല്ലാം നേതാക്കൾ കുടുങ്ങും എന്നുള്ളത് കൊണ്ടാണോ ഇത് വ്യാജ വാർത്തയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടായത് എന്നതാണ് ഇപ്പോഴുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. സുജയ.